ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാൻസ് ലേണിംഗ് പോർട്ടൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ന്യൂമറിക്കൽസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ്. സോ ഇൻ എ പ്രോസസ് 701 joule of heat is absorbed by a system and 394 joule of work done by the system. Calculate the internal energy. എടാ ഡെൽറ്റ യു കാണാനാ പറഞ്ഞത്. എന്താ ഇക്വേഷൻ? Q പ്ലസ് W ആ. സോ ഇവിടെ സൈൻ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ? ഹീറ്റ് അബ്സോർബ് എനിക്ക് കിട്ടിയതാ. അപ്പൊ എന്താ? ക്യൂ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതായതുകൊണ്ട് പോസിറ്റീവ് 701 ആ. അടുത്തത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഞാൻ പണിയെടുക്കുന്നു. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എനിക്കത് പോസിറ്റീവാ. ഞാനത് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവ് അല്ല, എനർജി പോവല്ലടാ. സോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? -394 ആ. ഇനി നമ്മൾ ഇക്വേഷൻ ഇടാ. ക്യൂ എന്ന് പറഞ്ഞാൽ 701 പ്ലസ് -394 ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇത് മൈനസ് ചെയ്യാ, ഇതെന്ത് ചെയ്യാ? മൈനസ് ചെയ്യാ. എത്രയാ? 701 -394 ചെയ്ത് കഴിഞ്ഞാൽ 307 കിലോ ജൂൾ പെർ മോൾ, ജൂൾ പെർ മോൾ എന്ന് എന്ത് ചെയ്യും? ആൻസർ ലഭിക്കും. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മൾ പറഞ്ഞതാ സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഫോർ എ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് 1 mole ആണ് ട്ടോ. എത്രയാ? 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ് അറ്റ് 300 Kelvin ഫ്രം വോളിയം 10 decimeter cube ടു 20 decimeter cube. സോ എന്തൊക്കെയാ തന്നിട്ടുണ്ട്? N തന്നിട്ടുണ്ട്, 1 mole എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, 300 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് വോളിയം V1 തന്നിട്ടുണ്ട് 10 decimeter cube ആൻഡ് V2 തന്നിട്ടുണ്ട്, അതെത്രയാ? 20 decimeter cube. സോ എന്താ കാണാൻ പറഞ്ഞത്? വർക്ക് ഡൺ ഫോർ റിവേഴ്സിബിൾ ഐസോതെർമൽ റിയാക്ഷൻ, അഥവാ W എന്ന് പറയുന്നത് എന്താ? 2.303 nRT log V2 by V1 ആണ്. എടാ 2.303 മൈനസ് ഉണ്ട്, -2.303 ഇൻറ്റു N1 R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 8.314. അത് തരില്ല, അത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇൻറ്റു T ടെമ്പറേച്ചർ 300 ഇൻറ്റു ലോഗ് V2 by V1. V2 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡ് ബൈ V1 10. DM cube by DM cube ക്യാൻസൽ ആയി പോവല്ലോ. സോ അത് മൈൻഡ് ചെയ്യണ്ട, മാറ്റാൻ നിൽക്കണ്ട. 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 300 ഇൻറ്റു ലോഗ് 20/10 ലോഗ് 20 ഇതാ ലോഗ് 2 ഇൻറ്റു ലോഗ് 2 എന്നെന്ത് വരും? നമ്മുടെ ആൻസർ വരും. എടാ ഇത് ചെയ്യുമ്പോ ലോഗ് 2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 0.3010 ആയിരിക്കും വാല്യൂ വരിക. സോ നമ്മുടെ വാല്യൂ ഓൾമോസ്റ്റ് -1728 ജൂൾ എന്ന് വരും. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. സോ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് N2O4. അതിന്റെ എൻതാൽപി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. സോ യൂസിംഗ് ദ ഡാറ്റ കാൽക്കുലേറ്റ് ദ എൻതാൽപി ഓഫ് റിയാക്ഷൻ ഫോർ N2O4 3CO will gives N2O plus 3CO2. എന്താ കാണാൻ പറഞ്ഞത്? എൻതാൽപി ഓഫ് റിയാക്ഷൻ ആണ് കാണാൻ പറഞ്ഞത്, അല്ലെ? എൻതാൽപി ഓഫ് റിയാക്ഷൻ ആണ് കാണാൻ പറഞ്ഞത്. തന്നതെന്താ? എൻതാൽപി ഓഫ് ഫോർമേഷൻ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. എന്താ? സിഗ്മ സം ഓഫ് എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ അഥവാ സം ഓഫ് എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? എൻതാൽപി ഓഫ് റിയാക്ഷൻ എന്താടാ? ഈക്വലാ. സോ എന്താ നമ്മൾ ഇക്വേഷൻ വരിക? എന്താ ഇക്വേഷൻ? എന്താ? N2O4 ഇതല്ലേ? N2ന്റെ വാല്യൂ എത്രയാ? 81.01 പ്ലസ് 3CO2 ആ. അപ്പം 3 ഇൻറ്റു CO2ൻ്റെത് -393 മൈനസ്, അപ്പൊ ഇതൊരു ബ്രാക്കറ്റില്. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് മൈനസ്. ഇനി റിയാക്ടന്റിന് ചെയ്യണം. റിയാക്ടന്റ് എന്താ? N2O4 എന്ന് പറഞ്ഞാൽ 9.7 പ്ലസ് എന്താ? CO എത്രയാ? എത്ര CO ഉണ്ട്? 3 ഇൻറ്റു -110
എന്ന് വരും അല്ലേ? ഇത് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടതെടാ, നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. എടാ ഇതിന്റെ വാല്യൂ -1098 പ്ലസ് എന്ത് കിട്ടും? എടാ ഇവിടെ 2 മൈനസ് ഉണ്ടായതുകൊണ്ട് പ്ലസ് ആകും, 320.3 എന്ന് വരും. ഇത് ചെയ്താൽ നമുക്ക് വാല്യൂ -77.7 കിലോ ജൂൾ പെർ മോൾ എന്നായിരിക്കും നമ്മുടെ എന്താ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. പഠിക്കണം മക്കൾ, പഠിക്കണം. എന്താ ഹെസ്സസ് ലോ പറയുന്നത്? എൻതാൽപി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. സോ കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോൾ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. 2019 മാർച്ചിൽ ചോദിച്ച ചോദ്യ. എന്താ കാണാൻ പറഞ്ഞത്? എൻതാൽപി ഓഫ്, അപ്പൊ നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ അല്ലെ, റിക്വയർഡ് ഇക്വേഷൻ എന്താ ഉണ്ടായത്? CH3OH ഫോം ചെയ്തത്. എന്തൊക്കെയാ അപ്പൊ ആവശ്യം? എത്ര കാർബൺ വേണം? 1 കാർബൺ പ്ലസ് എത്ര ഹൈഡ്രജൻ? 2 H2 പ്ലസ് എത്ര ഓക്സിജൻ? ഹാഫ് O2 will give CH3OH. ഇതാണ് റിക്വയർഡ് ഇക്വേഷൻ. ഗിവൺ ദാറ്റ് നമുക്ക് നൽകിയത് എന്തൊക്കെയാ? CH3OH പ്ലസ് 3/2 O2 gives CO2 plus 2 H2O. Equation number 1. അടുത്തത് C plus O2 will give CO2. Equation number 2. And H2 plus half O2 will give H2O. Equation number 3. ഇങ്ങനെ 3 ഇക്വേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളതാ? തന്നിട്ടുള്ളത്. 3 ഇക്വേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ കണ്ടെത്തണം. എങ്ങനെ? ഇനി നോക്ക്, എനിക്ക് CH3OH ആണ് ഫോം ചെയ്യേണ്ടത്. സോ ഇവിടെ ഫസ്റ്റ് കാർബൺ ഉള്ളത് ഏതാ? ഇക്വേഷൻ നമ്പർ 2 പ്ലസ് 2 H2 ആണ്. ഇവിടെ ഒരു H2 ഉള്ളൂ, അപ്പൊ × 2. ഇക്വേഷൻ നമ്പർ 3 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനാ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? ഇവിടെ ഒരു H2 ഉള്ളൂ, പക്ഷെ ഇവിടെ 2 H2 ഉണ്ട്. ഓക്കെ, ഇനി പ്ലസ് ഹാഫ് O2 ഉണ്ട്. അത് നിങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പൊ പ്ലസ് ഇനി എന്ത് ചെയ്യാ? പ്ലസ് ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യാ? റിവേഴ്സ് ചെയ്യാ. കാരണം എന്താ? ഇവിടെ റിയാക്ടന്റ് സൈഡിലാ, പ്രൊഡക്റ്റ് സൈഡിലാ വേണ്ടത്. സോ ഇക്വേഷൻ 1 എന്ത് ചെയ്യാടാ? റിവേഴ്സ് ചെയ്യാ. അപ്പൊ അതൊന്ന് എഴുതിക്ക. C plus O2 plus 2 H2 plus O2 റിവേഴ്സ് ചെയ്യുമ്പോ ഇവിടെ ആര് വരും? CO2 plus 2 H2O will gives എന്താ? CO2 plus 2 H2O plus CH3OH plus എത്ര O2? 3/2 O2. എടാ ഇനി നോക്ക്, ഇവിടെ ഒരു കാർബൺ, വേറെ എവിടെയും കാർബൺ ഇല്ല. കാർബൺ താഴത്തോട്ട് ചെയ്താ 1 + 1 2 O2 ഉണ്ട്. ഇവിടെ എത്ര O2 ആ? 3/2 പറഞ്ഞാൽ 1.5. എടാ ഈ O2 ബാക്കിയായാൽ എന്തുണ്ടാകും? ഒരു ഹാഫ് O2 പ്ലസ് H2 അവിടെ ഉണ്ടോ? ഇല്ല, 2 H2. പിന്നെന്താ? ഇവിടെ ഒരു CO2, ഇവിടെ ഒരു CO2, ഇവിടെ ഒരു H2O, 2 H2O ക്യാൻസൽഡ്. ബാക്കി എന്തുണ്ട്? CH3OH ആയി. നമ്മുടെ എന്താ ഇത്? റിക്വയർഡ് ഇക്വേഷനിലായി. സോ എൻതാൽപി ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യണം? കാണണം അല്ലെ? അതല്ലേ കാണാൻ പറഞ്ഞത്? സോറി, എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH കാണണം. എന്താ? ഇക്വേഷൻ നമ്പർ 1 വാല്യൂ എടുക്കുക. മൈനസ് എത്രയാ? -726 പ്ലസ് ഇക്വേഷൻ നമ്പർ 2, സോറി ഇക്വേഷൻ നമ്പർ 2 ആണ് എടുക്കേണ്ടത്. സോറി. സോ ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. എത്രയാ? -393 പ്ലസ് ഇക്വേഷൻ നമ്പർ 3 എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അഥവാ -286 × 2 പ്ലസ് എന്താ? ഇക്വേഷൻ 1 റിവേഴ്സ് ചെയ്യാ. എന്ന് പറഞ്ഞാൽ എന്താ? -726 എന്ത് ചെയ്യാ? റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 726 എന്ന് കിട്ടും. സോ ഇത് വാല്യൂ ചെയ്യുമ്പോൾ അത്രയും കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും നമ്മുടെ എന്താ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 CO2 and H2O at 298 Kelvin എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് റിയാക്ഷൻ ഫസ്റ്റ് തന്ന അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും എന്ത് ചെയ്യാ? ചെയ്തു നോക്കട്ടാ. ഹോംവർക്ക് ആയിട്ടൊന്നും എന്ത് ചെയ്യാ? ചെയ്തു നോക്കട്ടാ. സോ അടുത്തത് for a reaction 4Fe plus 3O2 will gives 2Fe2O3. The entropy change is 549.4 kilojoule ആണ്.
in spite the negative entropy change by the reaction is spontaneous. ഈ റിയാക്ഷൻ എന്തുകൊണ്ട് സ്പോണ്ടേനിയസ് ആയി? എടാ എൻട്രോപ്പി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുന്നതാണ് എന്ത് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഡെൽറ്റ എസ് നെഗറ്റീവ് ആയിട്ടും ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ എന്താ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആള് ഡെൽറ്റ ജി സീറോ, അല്ലെങ്കിൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു എന്താ ഡെൽറ്റ എച്ച് മൈനസ് ടി. ഡെൽറ്റ എസ് അല്ലടാ, എത്രയാ ഡെൽറ്റ എച്ച് തന്നത്? ഡെൽറ്റ എച്ച് എത്രയാ തന്നത്? എന്താൽപി ചേഞ്ച് തന്നിട്ടുണ്ട് 1648. ഡെൽറ്റ എസ് തന്നിട്ടുണ്ട് എത്രയാ? -59.4. ആൻഡ് ടി തന്നിട്ടുണ്ട് ടെമ്പറേച്ചർ എത്രയാ? 298. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. ഡെൽറ്റ എച്ച് പറഞ്ഞാൽ -1600. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നമുണ്ടടാ, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കടാ. ഇവിടെ ഇത് കിലോ ജൂള, ഇത് ജൂള. സോ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ കിലോ ജൂളിന് ജൂളിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യടാ? -1648 ഇൻറ്റു 10⁻³ കൊണ്ട് എന്ത് ചെയ്യടാ? മൾട്ടിപ്ലൈ ചെയ്യുക. വലുതിനെ ചെറുതാക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ചെറുതിനെ വലുതാക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1648 ഇൻറ്റു 10⁻³ മൈനസ് 298 ഇൻറ്റു -549.4. സോ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും എന്ത് ചെയ്യുക ലഭിക്കുക. ഹിയർ എന്നിട്ട് പറയാ, ഹിയർ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്, സോ വാല്യൂ ഈസ് പോസിറ്റീവ്. ഇതെങ്ങനെ നെഗറ്റീവ് ആയി? എടാ ഇവിടെ നെഗറ്റീവ്, സോറി ഡബിൾ ബോണ്ട് ആയിക്കെ കൂട്ടുന്നുണ്ട്. ഓക്കെ, ഈ നെഗറ്റീവ് ഇൻറ്റു ഈ നെഗറ്റീവ് എന്താ പോസിറ്റീവ് ആവും. അപ്പൊ പിന്നെ ഒരു നെഗറ്റീവ് അല്ലേ ഉള്ളൂ. അപ്പൊ എന്താ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഇത് വലിയൊരു വാല്യൂ ആണ്, അതുകൊണ്ട് വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് ദ റിയാക്ഷൻ CaCO3 gives CaO plus CO2. എടാ CaCO3 പ്ലസ്, അപ്പൊ എൻതാൽപി ഓഫ് റിയാക്ഷൻ ആണ് കാണേണ്ടത്. ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു എൻതാൽപി ഓഫ് അല്ലെ സം ഓഫ് enthalpy of formation of product minus enthalpy of formation of reactant. സോ എന്താ പ്രൊഡക്റ്റ് വരിക? CaO ന്റെ വാല്യൂ എത്രയാ? -635.09 പ്ലസ് -393.51 മൈനസ് സം ഓഫ് -1206.92. സോ ഒരു വാല്യൂ കിട്ടും, അതായിരിക്കും എൻതാൽപി ഓഫ് റിയാക്ഷൻ. എടാ നമ്മളോട് ചോദിച്ചെന്താ? കാൽക്കുലേറ്റ് ദ എൻതാൽപി ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ. C2H6 ആണ് ഫോം ചെയ്യുന്നത്. എങ്ങനെയാ ഫോം ചെയ്യുക? 2C + 3H2. ഇതാണ് നമ്മുടെ എന്ത് റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് തന്നത് ഗിവൺ എന്താ തന്നത്? C + O2 will gives CO2. ഇക്വേഷൻ നമ്പർ 1. അടുത്തത് H2 + half O2 will gives H2O. Equation number 2. And C2H6 + 7/2 അല്ലേ O2 will gives 2CO2 + 3H2O. Equation number 3. ഇനി എന്ത് ചെയ്യണം? ഈ റിക്വയർഡ് ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? എത്തണം. അപ്പൊ നോക്കുക, 2 കാർബൺ വേണം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എന്തുകൊണ്ട് കുടിക്കുക? 2 പ്ലസ് അടുത്തത് 3H2, ഇവിടെ ഒരു H2 ഉള്ളൂ. സോ ഇക്വേഷൻ നമ്പർ 2 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3 പ്ലസ് C2H6 റിവേഴ്സാ, ഇവിടെ പ്രൊഡക്റ്റ് റിയാക്ടില്ല, പ്രൊഡക്റ്റിൽ എത്തണം. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് വരിക? 2C + 2O2 will പ്ലസ് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3H2 + half O2. അപ്പൊ 3/2O2 പ്ലസ് 2CO2 + 3H2O gives 2CO2 + 3H2O +
C2H6 പ്ലസ് 7/2 O2. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഈ കണ്ണും പൊട്ടി എഴുതാ, എന്നാലും നമുക്ക് നോക്കാം. 2C, വേറെ എവിടെയും സി ഉണ്ടോ? ഇല്ല, 2C. ഇവിടെ 2 O2, ഇവിടെ 3/2 O2. അപ്പൊ 2 + 3/2 എത്രയാ? 4 + 3 7/2 O2 അല്ലേ? അപ്പൊ ഈ 2O2 + 3/2 O2 എന്തായിരിക്കും? 7/O2 എന്താണ്? ഈക്വൽ ആണ്. അടുത്തത് ഇവിടെ 3 H2 ഉണ്ട്, അത് വെട്ടാൻ ആരുമില്ല, അപ്പൊ അതുപോലെ എഴുതാ. 2CO2 3H2O, ഇവിടെ വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? C2H6 റിക്വയർഡ് ഇക്വേഷൻ ആയി. സോ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് കാണാൻ പറഞ്ഞത്. എങ്ങനെ കാണും? ഇക്വേഷൻ 1ന്റെ വാല്യൂ -393 അല്ലെ? -393.5 × 2 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -285.8 × 3 പ്ലസ് ഇക്വേഷൻ നമ്പർ ഇതിനെന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. +1560. ഇത് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതായിരിക്കും എൻതാൽപ്പി ഓഫ് റിയാക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH. സെയിം ടൈപ്പ് ക്വസ്റ്റ്യനാ. ഒന്ന് ചെയ്ത് നോക്കടാ, ഒന്ന് ചെയ്ത് നോക്ക്. കാരണം എല്ലതും ഞാൻ ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അടുത്തത് ഫൈൻഡ് ദ എബവ് റിയാക്ഷൻ, ഫൈൻഡ് ദ ടെമ്പറേച്ചർ എബവ് ദ റിയാക്ഷൻ ബിക്കം സ്പോണ്ടേനിയസ്. അഥവാ MgO പ്ലസ് കാർബൺ എന്ത് ചെയ്യുന്നു? Mg+CO ആവുന്ന റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിലാണ് സ്പോണ്ടേനിയസ് ആവുക? അവിടെ തന്നിട്ടുണ്ട് ΔH 490ഉം ΔS 198 തന്നിട്ടുണ്ട്. സോ എങ്ങനെ കാണാ? ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു എന്താ? ΔH / ΔS ആണ്. സോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇയാള് കിലോ ജൂള, ഇയാള് ജൂള. സോ എന്ത് ചെയ്യാ? into 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 490 into 10⁻³ divided by 198. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2478.8 Kelvin എന്ന ആൻസർ കിട്ടും. സോ above the 2478.8 Kelvin the reaction is spontaneous. അടുത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അഥവാ K is equal to എത്രയാ? 5 എന്ന് തന്നിട്ടുണ്ട്. സോ വാല്യൂ ഓഫ് ΔG0 കാണണം. എടാ ΔG0യും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ എന്താ? റിലേഷൻ എന്താടാ? ΔG0 is equal to -2.303 RT log K ആണ്. സോ എങ്ങനെ കാണാ? -2.303 R എന്ന 8.314 into ടെമ്പറേച്ചർ എത്ര തന്നത്? 300 into log 5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആയിരിക്കും നമ്മുടെ എന്ത്? ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അഥവാ ഓൾമോസ്റ്റ് ഈക്വൽ ടു -4014.98 കിലോ ജൂൾ പെർ മോൾ എന്നായി, ജൂൾ പെർ മോൾ ആയിരിക്കും നമ്മുടെ എന്താ? ആൻസർ. എന്തുകൊണ്ട് ജൂൾ പെർ മോൾ ആയി? ഇവിടെ തന്നത് ജൂൾ പെർ മോൾ ആയതുകൊണ്ട്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ചാപ്റ്ററിലെ ന്യൂമറിക്കൽസ് എന്ത് ചെയ്യാണ്? ചെയ്ത് തീർത്തിരിക്കുകയാണ്. സോ എന്ത് ചെയ്യാ? ഇതുപോലത്തെ ന്യൂമറസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാ? ഈ ചാപ്റ്ററിലുണ്ട്. പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ്, ചെയ്ത് പഠിക്കണം മക്കളെ. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.